ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുശീല പറയാണ്, എന്തായാലും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ മകൻ എൻ്റെ കൂടെയാണ് നിൽക്കും എന്ന ആ ഒരു ഭീതി നിങ്ങളുടെ ഉള്ളിലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ മനമ പറയാണ്, സുശീലെ വേണ്ടാത്തത് നീ ഒരിക്കലും ആ അനുപമയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട. നീ തന്നെയാണ് നിൻ്റെ മകൻ്റെ ജീവിതം തകർക്കുന്നത്. അത് നീ ഓർക്കണം. നീ ആ അർഷയെ അവിടെ പിടിച്ച് കയറ്റിയതല്ലേ ഈ പ്രശ്നങ്ങൾക്കെല്ലാം വഴിയൊരുക്കിയത്. പിന്നെ നിന്നെ അടിച്ചു എന്ന് പറയുന്നതിലും സത്യമില്ല. അവളുടെ കൈ അറിയാതെ നിൻ്റെ മുഖത്ത് തട്ടി എന്നുള്ളത് സത്യം തന്നെ. പക്ഷേ അത് മനഃപൂർവ്വമല്ല എന്ന് നിനക്ക് നന്നായി അറിയാം എന്നുള്ള ആ വാക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞ ഉടൻ തന്നെ സുശീല പറയാണ്, നിങ്ങൾ ആര് എന്ത് തന്നെ പറഞ്ഞാലും ഇവിടെ അനുപമ എന്ന മരുമകളെ എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അവൾ എൻ്റെ മകൻ്റെ ഭാര്യയാവുന്നത് പോലും എനിക്ക് കാണാൻ കഴിയില്ല എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന സോനയ്ക്ക് ദേഷ്യം പിടിക്കാണ്. സോന പറയണേ, എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? വിച്ചുമോൻ ഇവിടുത്തെ കുട്ടിയാണ്, ഇന്ദ്രേട്ടൻ്റെ മകനാണ്. ഹർഷയ്ക്ക് വേണ്ടി അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇന്ദ്രേട്ടൻ്റെ ജീവിതമാണ് തകരുന്നത്. വെറുതെ ഓരോന്ന് പറഞ്ഞു കൊടുക്കണ്ട എന്നുള്ളതൊക്കെ ഇങ്ങനെ പറയണേട്ടോ. അപ്പോഴാണ് സത്യനും ഈ പറയുന്ന ശ്യാമും കയറി വരുന്നത്. അപ്പോൾ ഉടൻ തന്നെ സത്യനും ശ്യാമും എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ മറ്റുള്ളവർ ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് ഇടപെടേണ്ട എന്ന് പറയുമ്പോൾ ശ്യാം അവിടെ വായ അടക്കണേട്ടോ. കാരണം ശ്യാമിനെ സുശീലയ്ക്ക് കണ്ടുവിടല്ലോ. എന്നാൽ സത്യനാണെങ്കിലും ഇതെങ്ങനെ അമ്മയെ മറ്റുള്ളവരാവും? ഇത് സോനയുടെ ഭർത്താവാണ്. സോനയുടെ ഭർത്താവ് എന്ന് വെച്ച അമ്മയുടെ മരുമകൻ, അവൻ ഈ വീട്ടിലെ അമ്മയുടെ മകനെ പോലെയാണ്. ഞങ്ങളുടെ അതേ സ്ഥാനം ശ്യാമിനുമുണ്ട് എന്ന് പറയുമ്പോൾ ഇനി സ്ഥാനങ്ങളൊന്നും എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട എന്ന അമ്മയോട് എനിക്ക് പറയാനുള്ളത്. ഇന്ദ്രേട്ടൻ നാളെ ഇവിടെ എത്തും. ഇന്ദ്രേട്ടൻ എത്തിക്കഴിഞ്ഞാൽ അമ്മ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയാനേട്ടോ. ഇത് കേൾക്കുന്ന സുശീല പറയണ, ആഹാ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇടയിൽ അത് പ്രശ്നമാവുമെന്നൊരു തോന്നലുണ്ടല്ലേ? എന്നാൽ ഈ അമ്മയുടെ വേദന നിങ്ങൾ എന്താടാ മനസ്സിലാക്കാത്തത്? എല്ലാവർക്കും അനുപമയെക്കുറിച്ചാണ് സങ്കടം. അനുപമയെക്കുറിച്ച് എല്ലാവരും പറയുന്നത് ഈ അമ്മയ്ക്ക് എത്രമാത്രം വേദന ഉണ്ടായിട്ടുണ്ടാവും. എൻ്റെ കരണത്ത് അവളുടെ കൈ പതിഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ച വേദന, അതും ആ അർഷയുടെ മുന്നിൽ വെച്ച്. അത് കേൾക്കുന്ന സത്യൻ പറയണേ, എന്തിനാ അമ്മയെ വെറുതെ മനഃപൂർവ്വം കണ്ണടിച്ച് ഇരുട്ടാക്കാൻ നോക്കുന്നത്? അമ്മയിലെ അർഷയെ അവിടെ പിടിച്ചു കൊണ്ടുവന്നത്. അർഷയെ അവിടെ നിന്നും ഈ പറയുന്ന അനുപമ അനുയെടുത്തി പുറത്താക്കും എന്ന് തോന്നലുള്ളത് കൊണ്ടല്ലേ അമ്മ മനഃപൂർവ്വം ആ അടി വാങ്ങിയത്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നീ അങ്ങനെ തന്നെയാടാ പറയുള്ളൂ, നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാണെന്ന് പറയുള്ളൂ. പക്ഷേ ഞാൻ ഒരിക്കലും അനുപമയെക്കുറിച്ച് ഇന്ദ്രനോട് നല്ലത് പറയില്ല. അവൾ മനഃപൂർവ്വം എന്നെ അടിച്ചെന്ന് തന്നെ പറയുള്ളൂ. നിങ്ങളൊക്കെ പറഞ്ഞത് ശരിയാണ്, അർഷയെ കൊണ്ടുവന്നത് തെറ്റ് തന്നെയാണ്. അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന ഈ ഒരു ദൈവം എനിക്ക് ഈ ഒരു തുറുപ്പ് ചീട്ട് എൻ്റെ മകന് മുന്നിൽ ഇട്ട് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞത്. അതുകൊണ്ട് എൻ്റെ മകൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്നത് അവളുടെ കൈ യാദൃശികമായി എൻ്റെ മുഖത്ത് വീണു എന്നല്ല, അവൾ എന്നെ അടിച്ചു എന്ന് തന്നെ ഞാൻ പറയുമെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന സത്യം പറയണ, അമ്മേ, ഒരാൾ കുറ്റബോധം കൊണ്ട് ആ ഒരു തെറ്റല്ല എങ്കിലും അവരുടെ കൈ അറിയാതെ തട്ടി എന്ന ആ ഒരു കുറ്റബോധം കൊണ്ട് അവർ അമ്മയ്ക്ക് മുന്നിൽ വന്നപ്പോൾ അമ്മ ചെയ്ത് ചൂലെടുക്കണേ. നീ എന്ത് എന്നോട് പറഞ്ഞാലും ശരി, ഞാൻ അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറല്ല. എൻ്റെ മകൻ വന്നു കഴിഞ്ഞാൽ അവൾ ഇനി എൻ്റെ മകൻ്റെ ജീവിതത്തിൽ വേണ്ട. അവൾ ഇനി താമസിക്കേണ്ടത് വാടക വീട്ടിലല്ല, എന്നോടൊപ്പം എൻ്റെ അടുത്താണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് കേട്ട് നിൽക്കാൻ ഒരിക്കലും സത്യന് കഴിയില്ല കേട്ടോ. സത്യം പറയാണ്, സ്വന്തം മകൻ്റെ കുടുംബജീവിതം തകർക്കുന്ന ഒരമ്മയെ എവിടെയും കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ച് സത്യനങ്ങ് എണീറ്റ് പോകുമ്പോൾ സുശീല ആണെങ്കിലും വളരെ പ്രതീക്ഷയോടെയാണ് കേട്ടോ നിൽക്കുന്നത്. തനിക്കെല്ലാം കയ്യിൽ നിറവേറാൻ കഴിയുമെന്ന ആ ഒരു പ്രതീക്ഷ സുശീലക്കുണ്ട്. പക്ഷെ വരാനിരിക്കുന്ന എന്തെന്ന് സുശീലക്ക് അറിയില്ലല്ലോ. ഇതേ സമയം ശബരി തൻ്റെ ഭാര്യയെക്കുറിച്ച് ഓർത്ത് വളരെ ടെൻഷനിലാണ്. ദയ ഈ ഒരു രാത്രി നന്ദുവിൻ്റെ ടിങ്സായും ഇതിൻ്റെ കൂടെ കഴിയുന്ന ആ ഒരു മനോവിഷമം ആലോചിക്കുമ്പോൾ വലിയ സങ്കടം തോന്നാണ്. അങ്ങനെ ശബരി റൂമിലിങ്ങനെ തനിയെ ഇരിക്കുമ്പോൾ രാമനാഥൻ ചെല്ലണ, എന്താ മോനെ നിനക്ക് ഉറക്കം കിട്ടുന്നില്ലേ? എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? നീ എന്നോട് പറ എന്ന് പറയുമ്പോൾ അച്ഛൻ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. 20 ലക്ഷം രൂപ ആ LICയുടെ പൈസ ദയ ഒപ്പിട്ട് കൊടുത്തു. പക്ഷേ അവന് 2 ദിവസം കഴിഞ്ഞാണ് അവൻ്റെ അക്കൗണ്ടിൽ എത്തുള്ളൂ. പക്ഷേ അവനൊരു പേടി, ആ പൈസ നമ്മൾ കൊടുക്കില്ലേ എന്ന്. അതുകൊണ്ട് ദയ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവൾക്ക് കാവലായൊരു പെണ്ണും ഉണ്ട്, എങ്കിലും കൂടി സമാധാനമില്ല എന്ന് പറയുമ്പോൾ, ദയ നമ്മുടെ വീട്ടിൽ നിന്നാണ് ദയ ഇറങ്ങിപ്പോയത്. കുറേ അബദ്ധങ്ങളും എൻ്റെ കൈകളിൽ നിന്നും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മോൾക്ക് യാതൊരു ആപത്തും വരാൻ പാടില്ല. അവളെ എന്ത് വില കൊടുത്തും നീ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള പരിപാടി നോക്കണം മോനെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ എന്താ പറഞ്ഞു വരുന്നത്? എന്തെങ്കിലും ചെയ്ത് ഈ രാത്രി എന്ന ഇതിൽ തന്നെ നീ എൻ്റെ മരുമകളെ ഈ വീട്ടിലോട്ട് എത്തിക്കണമെന്ന് പറയണേട്ടോ. എന്നാൽ ഈ സമയം
ദയാണെങ്കിലോ തന്നെ ഉറക്കി കെടുത്തിരിക്കല്ലേ, അതിൻ്റെ മയക്കം വിട്ടു തുടങ്ങുകയാണ്. അങ്ങനെ ദയ പതുക്കെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീ കാണാൻ ഇരുന്ന് കസേരയിൽ ഇരുന്ന് ഉറങ്ങുന്നു. എന്നാൽ ദയ ആണെങ്കിലോ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കണ്ണു തുറക്കുമ്പോൾ താനൊരു ഏതോ ഒരു ഗോഡൗണിലാണ്. ഇത് കാണുന്ന ദയക്ക് നന്നായി പേടിയാവുന്നുണ്ട്. താൻ ഇതിൻ്റെ കൈകളിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് സത്യം ദയ മനസ്സിലാക്കാണ്. അങ്ങനെ ദയ പതിയെ പതിയെ ഇങ്ങനെ പതുക്കെ അവിടെ നിന്ന് എണീറ്റ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഈ സമയം ഈ ആള് ഉറങ്ങുന്നത് കൊണ്ട് തന്നെ അവർ അറിയുന്നില്ല. പക്ഷേ പിന്നീട് ദയയുടെ കാലിൽ ഒരു ഇരുമ്പും കഷ്ണം തട്ടി അവർ എണീക്കുകയാണ്. അപ്പോഴേക്കും അവരുടെ തലക്ക് ദയയിട്ട് അടിക്കുന്നുണ്ട്. അതോടുകൂടി അവരുടെ ബോധം പോകുന്നുണ്ട്. പിന്നീട് ദയ പതുക്കെ പതുക്കെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ആരോ മുഖം മറിച്ച് അതിനുള്ളിലോട്ട് കയറി വരുന്ന ആ ഒരു രംഗം ദയ കാണാനിട്ട. അപ്പോഴേക്കും ദയക്ക് ഇങ്ങനെ പേടിയാവാണ്. ദയയുടെ ഉള്ളിങ്ങനെ ടെൻഷൻ കൊണ്ട് ഇങ്ങനെ വേവലാതി കൊണ്ട് ആകെ ഇങ്ങനെ പേടിച്ച് വിറച്ച് ദയ ഒരു സൈഡിലൊരു ഭിത്തിയിൽ ഇങ്ങനെ ഒളിച്ച് നിൽക്കണം. അപ്പോൾ അയാൾ ഇങ്ങനെ നോക്കുന്നുണ്ട് ദയ എവിടെ എന്നുള്ളത് ഇങ്ങനെ അയാൾ നോക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിൽ വിനയൻ തൻ്റെ അമ്മയോട് കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ വിനയൻ പറയുമ്പോൾ ഈ ഒരു സത്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ലതികയ്ക്ക് വളരെ സങ്കടമാവാണ്. അനന്തമാഷിന് എന്തൊരു വിധിയാണ്, ഇത്രയും നാളും നീയും മറ്റുള്ളവരൊക്കെ ആയിരുന്നു, ഇപ്പോൾ ഈ അനന്തമാഷിൻ്റെ പെമ്മക്കൾക്കായല്ലോ, എന്താണ് ആ മനുഷ്യൻ, ഇതൊക്കെ എങ്ങനെയാണ് താങ്ങുക എന്നൊക്കെ പറയുമ്പോൾ വിനയം പറയുന്നത് ശരിയാണ് അമ്മ പറയുന്നത്. മരുമക്കളെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുമ്പോൾ ഇപ്പോൾ മരുമക്കൾ ശരിയായപ്പോൾ മക്കൾക്കായി ഓരോ ദുരന്തങ്ങൾ. എന്തായാലും ദയയെ പെട്ടെന്ന് രക്ഷിക്കണമെന്ന് പറയുമ്പോൾ മോനെ നിൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നീയും അത് കൊടുത്ത് എങ്ങനെയെങ്കിലും ദയയെ സഹായിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടാ. അപ്പോൾ വിനയം പറയണേ എൻ്റെയിലും കുറച്ച് ക്യാഷ് ഉണ്ട്, എന്നാൽ നീ പെട്ടെന്ന് അതിനുള്ള ഏർപ്പാട് ചെയ്യണമെന്ന് പറയാനിട്ടാ. എന്നാൽ ഈ സമയം ഗോഡൗണിലോട്ട് കയറിയിരിക്കുന്ന വിനയനാണെന്നൊരു സംശയമുണ്ട് കേട്ടോ. വിനയൻ മുഖം മറച്ച് പതുക്കെ അതിനുള്ളിൽ ദയയെ രക്ഷിക്കാൻ വേണ്ടി വിനയൻ തന്നെയാണ് എത്തുന്നതെന്ന് തോന്നുന്നു. ഇതേ സമയം അനന്തമാഷിനാണെങ്കിലോ ദയയുടെ ആ നിലവിളിയും ഒക്കെ സ്വപ്നത്തിൽ ഇങ്ങനെ കാണണം. അങ്ങനെ മാഷ് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുമ്പോൾ ചിരു ഓടി വരണേ. എന്താ അച്ഛാ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ദയക്ക് എന്തോ ആപത്ത് വന്നതുപോലെ എൻ്റെ മനസ്സ് പറയുന്നു, ദയക്ക് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്, അവൾ അച്ഛാ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് ഞാൻ കേട്ടു, എൻ്റെ മോൾ എന്തോ ആപത്തിൽപ്പെട്ടിരിക്കുക എന്ന് പറയുമ്പോൾ ചിരു ആകെ പേടിക്കാണ് കേട്ടോ. ഈശ്വര ഇതെങ്ങനെ അച്ഛനും മനസ്സിലായി, എങ്ങനെ ഞാൻ അച്ഛനോട് ഇത് വെളിപ്പെടുത്തുമെന്ന് ആ പേടിയോട് കൂടി ചിരി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം രഘുവും ദാസും എങ്ങനെയെങ്കിലും ഈ രാത്രി ദയയെ നമുക്ക് കണ്ടെത്തണം, ക്യാഷിന് മുന്നേ എങ്ങനെയെങ്കിലും ആ താമസിക്കുന്ന ഏരിയ എവിടെ എന്നുള്ളത് കണ്ടെത്തണം എന്ന് പറയുമ്പോൾ ദാസ് പറയാണ് അവളുടെ ഫോണിൽ നിന്നാണല്ലോ അവൻ വിളിച്ചത്, അപ്പോൾ അവളുള്ള ആ ഒരു സ്ഥലമല്ലേ, ആ ലൊക്കേഷൻ എവിടെയെന്ന് നമുക്ക് സൈബർ സെല്ല് വഴി അന്വേഷിച്ച് കണ്ടെത്താം, അതിനുള്ള ഏർപ്പാട് ഞാൻ നോക്കിയിട്ടുണ്ടെന്ന് പറയണേ. അങ്ങനെ ദയയെ കണ്ടെത്താനുള്ള ആ ഏർപ്പാടുകൾ നോക്കണേ. എന്നാൽ സുശീലയ്ക്ക് ഇനി വരാനിരിക്കുന്നത് ഇന്ദ്രൻ തള്ളിപ്പറയുന്ന ആ നാളായിരിക്കൂട്ടെ. കാരണം ആദ്യമൊക്കെ ഇന്ദ്രൻ അനുപമയെ കുറ്റപ്പെടുത്തുമെങ്കിലും കൂടി വിനയനാണ് അവിടെയും അനുപമയുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ വിനയനെ ഇനി എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി മാറണം. ആ വീഡിയോ എടുത്ത് ഇന്ദ്രൻ്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ വിനയനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, അതുപോലെ തന്നെ ചീരവും വിനയനെ അംഗീകരിക്കുന്ന ആ ഒരു നാളുകൾ ഇനി കാണാനിരിക്കുന്നത്.